നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ തലസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുറേ സാംസ്കാരിക നായകളുണ്ട്. കുറവാണ്. ഈ നായകളൊക്കെ ചില സമയത്ത് മാത്രമേ ഓരിയിടാം, ചില സമയത്ത് മിണ്ടാതെ കിടക്കും. അതായത് നായ്ക്കൾ എന്ന വിഭാഗത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുന്ന ചില നായ്ക്കളുണ്ട്. അവര് ചിക്കന്റെ എല്ല് കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കാൻ മറന്നു, എന്നാൽ പാവപ്പെട്ടവൻ ആ വഴി നടക്കുമ്പോഴത്തേക്ക് ഒച്ചത്തിൽ കുരയ്ക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡൽഹിയിൽ നടക്കുന്ന പാറ്റകളുടെ സമരത്തിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുറച്ച് സാംസ്കാരിക നായകർ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയത് നമ്മുടെ മമ്മൂട്ടിയുടെ പ്രിയപുത്രനാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് ഈ ജനാധിപത്യവും മതേതരത്വവും വിദ്യാർത്ഥികളുടെ അവകാശവും യുവാക്കളുടെ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ പറയുന്നുണ്ട്. എവിടെയായിരുന്നു സഖാവെ തുണി പൊക്കി നോക്കിയിട്ട് വെടിവെച്ച് ആൾക്കാരെ കൊന്ന സമയത്ത് പഹൽഗാമിൽ ഉറങ്ങിപ്പോയോ? അത് ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു. പിന്നെ ഒന്ന് ആസിഫ് അലി, മതം മാത്രം വിറ്റ് അഭിനയിച്ച് ജീവിക്കുന്ന കുറെ ജനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഒരു ജോജോ ജോർജ്, ഇനിയുണ്ട് മാലാ പാർവതി. അതിന്റെ കുറവുണ്ടായിരുന്നു. മാലാ പാർവതി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. മീരയുടെ കുറവുണ്ടായിരുന്നു, മീര പറഞ്ഞു. മാലാ പാർവതി പറയാൻ വിട്ടുപോയതാണ്. ഇനി ഭാഗ്യലക്ഷ്മി നാളെ വരും. ഡൽഹിയിൽ നിന്ന് നസറുദ്ദീൻ ഷാ ഉണ്ട്. ഇനി ജാവേദ് അക്തറിന്റെയും നമ്മുടെ പഴയ HRD മന്ത്രിയുടെയും കൂടെ ഒരു കുറവുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം പറയുന്നത് വിദ്യാർത്ഥി സമരം, വിദ്യാർത്ഥികളുടെ അവകാശം. നായ്ക്കളെ നിങ്ങളെ അഭിനയിച്ച് നടന്നാൽ പോരാ, വല്ലപ്പോഴും പുസ്തകം വായിച്ചു. 1973 പോകണം. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് വളരെ മുമ്പാണ്. 1973 ഗുജറാത്തില് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മെസ് ഫീസ് കൂട്ടിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് അന്നത്തെ ഗവൺമെന്റിനെ രാജിവെപ്പിച്ച് അന്നത്തെ നിയമസഭയെ പിരിച്ചുവിടിപ്പിച്ച് ആർക്കെതിരായെന്നറിയാമല്ലോ യുദ്ധം ചെയ്തത്? സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് യുദ്ധം ചെയ്ത് സർക്കാരിനെയും ഗവൺമെന്റിനെയും നിയമസഭയും നിഷ്പ്രഭമാക്കിയ ഒരു പേരുണ്ട്. ആ അവതാരത്തിന്റെ പേരാണ് നരേന്ദ്ര ദാമോദർ മോദി. 74 ബീഹാറിൽ നിന്ന് ശ്രീ ലോക്നായക് ജയപ്രകാശ് നാരായണനെ കൊണ്ട് ഗുജറാത്തിൽ കൊണ്ടുവന്ന് ഈ കലാപത്തിന് നേതൃത്വം നൽകുമ്പോഴത്തേക്ക് ദാമോദർ നരേന്ദ്രമോദിക്ക് വയസ്സ് വളരെ കുറവായിരുന്നു. ആ യുവ നേതാവാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് വിദ്യാർത്ഥി സമരത്തെ പറ്റി നരേന്ദ്രമോദിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മമ്മൂട്ടിക്കും ലാലേട്ടനും അഭിനയം പറഞ്ഞു കൊടുക്കും പോലെ. ലാലേട്ടന്റെ മോള് പറഞ്ഞിട്ടുണ്ട് വിസ്മയ. അവർക്കൊന്നും ചരിത്രം അറിയത്തില്ല, രാഷ്ട്രീയം അറിയത്തില്ല, നയം അറിയത്തില്ല. ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ചോദ്യ പേപ്പറുകൾ ലീക്കാകാത്തത്? കേരളത്തിൽ ലീക്കായിട്ടില്ലേ? തെലങ്കാനയിൽ പോയിട്ടില്ലേ? ജാർഖണ്ഡിൽ പോയിട്ടില്ലേ? തമിഴ്നാട്ടിൽ പോയിട്ടില്ലേ? കർണാടകയിൽ പോയിട്ടില്ലേ? തെലങ്കാനയിൽ പോയിട്ടില്ലേ? അപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു എന്നുള്ളത് ശരിയാണ്. 5 വർഷത്തിൽ 3 തവണ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. അതിനുള്ള നടപടികൾ എടുക്കേണ്ടതായിരുന്നു. ഒരു മന്ത്രി രാജിവെച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ തീരും. കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയെ പട്ടിണിക്കിട്ട് റാഗ് ചെയ്ത് കോളേജിലിട്ട് അടിച്ചു കൊന്നവന്മാരുടെ പാർട്ടിയാണ് ഡൽഹിയിൽ സമരത്തിന് ചെന്നത്. MA ബേബിസ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കാണ്. ഈ കൊന്ന വിദ്യാർത്ഥികളൊക്കെ നിങ്ങളെ റാഗ് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി? ഇന്നും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജില് SFIക്ക് അല്ലാതെ വേറൊരു കോളി പോക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മളിടുമ്പോഴത്തേക്ക് ബർമുട, അവരിടുമ്പോഴത്തേക്ക് വള്ളി നിൽക്കണം. അതുകൊണ്ട് ഇനി ഒരു KN കുഞ്ഞഹമ്മദ് നാളെ വരും. കുറെ പേര് ഇനി വരാൻ കിടപ്പുണ്ട്. മുഹമ്മദ് റിയാസിന്റെ സംഘടന ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. റിയാസ് വരും റീലുമായിട്ട്. അപ്പോൾ ഡൽഹിയിൽ പാറ്റകൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സമരം നല്ല രീതിയിൽ നടക്കട്ടെ. ജനാധിപത്യപരമായുള്ള സമരത്തിൽ ഞാൻ ഈ പറയുന്ന ഗുജറാത്ത് സമരത്തില് 193 പേരാണ് മരിച്ചത്.
ഇപ്പൊ വിദ്യാർത്ഥികളാകുമ്പോൾ കലാപം ചെയ്യും. അന്ന് കോൺഗ്രസ്സുകാർ അടിച്ചമർത്തിയില്ലേ? അന്ന് വെടികൊണ്ടാണ് 88 പേര് മരിച്ചത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി നടത്തിയ സമരത്തില് മരിച്ച 193 പേരില് 88 പേരെ വെടിവെച്ച് കൊന്നത് ഇന്ദിരാഗാന്ധിയാണ്. സതീശ, മറക്കണ്ട. അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ ഉരുട്ടിക്കൊന്നത് കോൺഗ്രസ്സുകാരാണ് സതീശ, അത് മറക്കണ്ട. ഡൽഹിയിൽ ചെന്ന് മോദിയുടെ നെഞ്ചത്ത് കയറുന്നതിന് മുമ്പ് ആദ്യം കരുണാകരന്റെ നെഞ്ചത്ത് കയറണം. കരുണാകരന്റെ മോനെ ക്യാബിനറ്റിൽ വെച്ചിട്ടുണ്ടല്ലോ, ആദ്യം അയാളുടെ ചോദിക്കണം എങ്ങനെ രാജ്യം കൊല്ലപ്പെട്ടു. ഇപ്പോ വിദ്യാർത്ഥികളും സമരവും അവകാശങ്ങളൊക്കെ ഒരിടത്ത് നിൽക്കുമ്പോൾ തന്നെ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ പുലരേണ്ട ആവശ്യവുമുണ്ട്. സാധാരണക്കാർക്ക് ജീവിക്കണം. പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ശരിയാണ്. നമ്മുടെ ഇവിടെ ഞാൻ ഈ വിദ്യാർത്ഥി സമരത്തിന് എതിരല്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് വന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾക്ക് പുറകിൽ ഏതെങ്കിലും ഒരു വിദേശ ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശവിരുദ്ധ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ അയൽപക്കത്തുണ്ടായ നമ്മുടെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ ഉണ്ടായ അരാജകത്വം നമ്മൾ കണ്ടതാണ്. ലോകത്ത് ജനാധിപത്യ രീതിയിൽ മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മാറ്റിയിട്ട് ഇന്ത്യയെ ആരുടെയെങ്കിലും ഒരു പപ്പറ്റ് സ്റ്റേറ്റ് ആക്കാൻ ഡീപ് സ്റ്റേറ്റുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടൂൾസ് ആവാൻ ഇവിടെ പാറ്റയല്ല. ഇനി എലിഫന്റ് വന്നാലും നമ്മൾ നേരിടുക തന്നെ ചെയ്യും. രാജ്യ സുരക്ഷ, രാജ്യത്തിന്റെ അഭിവൃദ്ധി, ഈ 3 കാര്യങ്ങളിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. നന്ദി, നമസ്കാരം.